ഹലോ, ഇന്നത് ഈ മീനാണ്ട കിട്ടിയേക്കുന്നത്. മാച്ചാൻ എന്നാണ് ഇവിടെ പറയുന്നത്. കറുത്ത മാച്ചാൻ, കറുത്ത ആവോലി എന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്ക് പാല് കറി വെക്കാം. കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ 2 വലിയ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 വലിയ ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ ഇച്ചിരി അല്ലെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് നമുക്ക് ഇച്ചിരി 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കുരുമുളക് ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഇത് 2 പാല്. ഞാനിവിടെ പൊടിയില്ലേ, നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തേക്കണത്. അപ്പോൾ അത് ഒരു 2 പാല് കണക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കട്ടിയിൽ ഇച്ചിരി ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി ഇച്ചിരി കട്ടിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്താക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കഷ്ണം ഇഞ്ചി അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഉള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് എല്ലാം ചതച്ചാണ് എടുത്തേക്കുന്നത്. അതും വാടി വന്നതിന് ശേഷം എടുത്ത് വെച്ചിരുന്ന പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അതിൻ്റെ നല്ലോണം ചെറുതിയിൽ വെക്കണം കേട്ടോ. അത് വാടി ഇത് പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 പാല് പോലെ ചെയ്ത് വെച്ചിരുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 പാല് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ വിനീഗർ, പുളിക്കായ തക്കാളിക്ക് പൊടിയില്ല, അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ച് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വെന്ത് വന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റോളം എല്ലാ പുളിയും ഇളകി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കൊടുക്കാം. മീൻ അധികം വേവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 10-15 മിനിറ്റ് നമുക്ക് ചെറുതിയിൽ തന്നെ വേവിച്ചെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ നല്ല കുറുകിയ തേങ്ങാപ്പാൽ, അത് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇനി കയ്യിലിട്ടൊന്ന് ഇളക്കരുത്. നമുക്കൊന്ന് തുണി വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി കയ്യിലിട്ടൊന്ന് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതേ നല്ല സ്വാദിഷ്ടമായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എരിവ് ഇല്ലാത്ത കറിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ.